സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 30-ാം തീയതിയോടുകൂടി തന്നെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക കൈമാറി തുടങ്ങിയെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് മാസത്തേക്കുള്ള സഹായത്തോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തേക്കുള്ള വിഹിതവും മുൻകൂറായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഇത്തവണ 4000 രൂപയാണ് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലി അപ്ഡേറ്റ്സുകളിൽ തന്നെ പെൻഷൻ വിതരണം 30-ാം തീയതിയോടെ ആരംഭിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ സർക്കാർ വിതരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിലവിൽ 2000 കോടി രൂപയിലധികം ചിലവഴിച്ചാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. ഇതിൽ 26 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് DBT സംവിധാനത്തിലൂടെയാണ് ഇവർക്ക് തുക കൈമാറുന്നത്. അതിനാൽ തന്നെ വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. നിലവിൽ തുക ലഭിച്ചവർ ആരെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ആശ്വാസകരമായി മാറും. എല്ലാ ബാങ്കുകളിലും ഒരേ സമയം തുക ക്രെഡിറ്റ് ആവാത്തതിനാൽ തന്നെ 1-2 മണിക്കൂർ ഇടവേളയ്ക്കുള്ളിൽ ബാങ്ക് ബാലൻസ് പരിശോധിക്കുന്നത് നല്ലതാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വഴി വരുന്ന ദിവസങ്ങളിൽ തുക വീട്ടിലേക്ക് എത്തുന്നതാണ്. ഈ മാസത്തെ വിതരണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം 2 ഗഡുക്കളായി തുക നൽകുന്നു എന്നതാണ്. സാധാരണയായി ഓരോ മാസത്തിന്റെയും അവസാന ആഴ്ചയിലാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്. എന്നാൽ വരുന്ന ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ 2000 രൂപ കൂടി സർക്കാർ മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ്. അതായത് ഈ മാസം 30-31 തീയതികളിലായി ആകെ 4000 രൂപ ഗുണഭോക്താക്കൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഏപ്രിൽ മാസത്തിലെ തുക ഇപ്പോൾ തന്നെ നൽകുന്നതിനാൽ ഏപ്രിൽ മാസം അവസാനത്തിൽ പ്രത്യേക പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്ന കാര്യം എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഭിക്കുന്ന തുക ആഘോഷങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കുമായി മുൻഗണന നൽകി ചെലവഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക. വിവിധ വിഭാഗങ്ങളായി പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യം, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളാണ്. അവർക്ക് 5 ഗഡുക്കളായി ഏകദേശം 8000 രൂപയോളം കുടിശ്ശിക തീർത്ത് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അവരുടെ അക്കൗണ്ടുകൾ കൃത്യമായി പരിശോധിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഈ സമയത്ത് തന്നെ തുക ലഭിക്കുന്നതാണ്. ഏകദേശം 8 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇത്തവണ 2 ഗഡുക്കളായതിനാൽ 200 രൂപ ലഭിക്കുന്നവർക്ക് 400 രൂപയായും 500 രൂപ ലഭിക്കുന്നവർക്ക് 1000 രൂപയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആകുന്നത്. പലർക്കും മൊബൈൽ SMS വരാത്ത സാഹചര്യം ഉള്ളതിനാൽ ബാങ്കുകളുടെ മിസ് കോൾ ബാലൻസ് സംവിധാനമോ ATM കൗണ്ടറുകൾ ഉപയോഗിച്ച് തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വരുന്ന ദിവസങ്ങളിൽ ബാങ്കുകൾക്ക് അവധി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക വർഷ അവസാനവും പൊതു അവധികളും ഉള്ളതിനാൽ ബാങ്ക് ഇടപാടുകൾക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ അടിയന്തരമായി പണം ആവശ്യമായവർ എത്രയും വേഗം ബാങ്കിലോ ATMലോ എത്തി തുക പിൻവലിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ സുപ്രധാന വിവരം പെൻഷൻ ലഭിക്കുന്ന സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾ പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകളും സർക്കാർ അപ്ഡേറ്റുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി പിന്തുണ നൽകുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.